ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ആ ചൂടായതിലേക്ക് നമുക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 5 സവാള ഞാൻ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കതിന് ശേഷം പൊടികൾ ചേർക്കാം. ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അതിനുശേഷം മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഗരം മസാല പൊടി 1 സ്പൂണ്, കുരുമുളക് 1 സ്പൂണ്, പിന്നെ ചിക്കൻ മസാല ഞാൻ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഉപ്പില്ലാത്ത കളിയില്ലല്ലോ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കഴുകി വെച്ച ചിക്കൻ പീസുകൾ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഈ അരപ്പും ചിക്കനും കൂടെ ഒന്ന് കിടന്ന് ഇളകി മറിയട്ടെ. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ജാറിന് എടുത്തിട്ടുണ്ട് വെള്ളം. പിന്നെ ഒരു തക്കാളി മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം അടപ്പൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റിയപ്പോൾ നല്ല കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ കറിയൊക്കെ നല്ല സെറ്റായി തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതെൻ്റെ രീതിയിലുണ്ടാക്കിയ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ. എൻ്റെ ഉമ്മ ഉണ്ടാക്കി കുറച്ച് കോഴിക്കറി അങ്ങോട്ട് എടുത്ത് വെച്ച് കുറച്ച് ചിക്കൻ ഫ്രൈ അങ്ങോട്ട് എടുത്ത് കഴിച്ച് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് സൂപ്പർ ഗായ്.